എല്ലാ കൂട്ടുകാർക്കും എല്ലാ ഇൻവെസ്റ്റേഴ്സിനും എല്ലാ ട്രേഡേഴ്സിനും മറ്റൊരു വീഡിയോയിലേക്ക് ഹാർദമായ സ്വാഗതം. അപ്പോൾ വരും ദിവസങ്ങളിൽ ഉയരാൻ സാധ്യതയുള്ള 4 സ്റ്റോക്കുകളെ കുറിച്ചാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ പഠിക്കാനായിട്ട് പോകുന്നത്. ഇത് ഒരു ബൈ സെൽ റെക്കമെൻഡേഷൻ അല്ല എന്ന് പ്രത്യേകം ഓർമ്മിക്കുക. ഇതൊരു എഡ്യൂക്കേഷൻ വീഡിയോ ആയിട്ട് മാത്രം കാണുക. കാരണം ഇത് ഒരു ലെവൽ കഴിഞ്ഞാൽ സ്റ്റോക്ക് മുകളിലേക്ക് പോകുമോ അല്ലെങ്കിൽ ഒരു ലെവൽ കഴിഞ്ഞാൽ സ്റ്റോക്ക് താഴേക്ക് വരുമോ എന്നുള്ളതിനെ കുറിച്ചുള്ള ഒരു പഠനത്തിന് വേണ്ടിയുള്ള ഒരു വീഡിയോ ആണിത്. ഈ വീഡിയോ മുഴുവനായിട്ട് കണ്ടിട്ട് പഠിക്കുക. ഇതിൽ ഓരോ ചാർട്ടും നമ്മൾ സെപ്പറേറ്റുള്ള ടൈം പീരീഡിൽ വെച്ചിട്ട് വാച്ച് ചെയ്യുന്ന, അതായത് ഇൻട്രാഡേ വാച്ച് ചെയ്യുന്നുണ്ട്, വീക്കിലി വാച്ച് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ തമ്മിലുള്ള വ്യത്യാസങ്ങളും നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അപ്പോൾ നമുക്ക് നേരിട്ട് വീഡിയോയിലേക്ക് പോകാം. നമ്മളെ ആദ്യത്തെ ഷെയർ, ഏറ്റവും ആദ്യത്തെ ഷെയർ വാസ്കോൺ എഞ്ചിനീയറിംഗ് ലിമിറ്റഡ് എന്ന് പറയുന്ന സ്റ്റോക്കാണ്. വെറും 82 രൂപ വിലയുള്ള ഒരു സ്റ്റോക്കാണിത്. വെറും 82 രൂപയാണ് വിലയുള്ളത്. നമുക്ക് ഇവിടെ ഈ ചാർട്ടിൽ നോക്കി ഒറ്റ നോട്ടത്തിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഏകദേശം ഈ ഫെബ്രുവരിക്ക് ശേഷം നല്ലൊരു വോളിയം ഉണ്ടായ ദിവസമാണ് ലാസ്റ്റ് ദിവസം. ഇവിടെ നല്ല വോളിയം ഉണ്ടായ നല്ല ദിവസം. അതുകൂടാതെ നല്ലൊരു ഗ്രീൻ ക്യാൻഡിലാണ് ഇവിടെ ഫോം ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതാണ് ഈ ചാർട്ടിൻ്റെ ഇപ്പോൾ കാണുന്ന കാര്യങ്ങൾ. ഇനി ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ എന്താണ്, ഇവിടെ ഒരു റെസിസ്റ്റൻസ് സോൺ ബ്രേക്ക് ചെയ്തിട്ടുണ്ടാണ്. ഇവിടെ റെസിസ്റ്റൻസ് ഉണ്ടായത് ബ്രേക്ക് ചെയ്ത് നിൽക്കുകയാണ്. ഇവിടെ 2 പ്രാവശ്യം ടച്ച് ചെയ്ത ആ റെസിസ്റ്റൻസ് ഇവിടെ നന്നായിട്ട് ബ്രേക്ക് ചെയ്ത് നിൽക്കുകയാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ, നല്ല വോളിയം ഉണ്ട്, വോളിയത്തോടുകൂടി വലിയൊരു ഗ്രീൻ ക്യാൻഡിൽ പ്ലസ് റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യുന്നു. അപ്പോൾ ഈ സ്റ്റോക്ക് നമ്മുടെ ഒരു വാച്ച് ലിസ്റ്റിലിടുക വരും ദിവസങ്ങളിൽ. ഇനി ഇതിൻ്റെ ഒരു വീക്കിലി ചാർട്ട് വ്യൂ നമുക്ക് നോക്കാം. എന്താണ് വീക്കിലിൽ നമുക്ക് കാണാൻ കഴിയുന്ന കാര്യങ്ങൾ എന്നുള്ളത്. അപ്പോൾ ഇതാണ് ഒരു വീക്കിലി ചാർട്ട് വ്യൂ. നമ്മൾക്ക് ഇപ്പോൾ കാണുന്നത് ഒരു വീക്കിലി ചാർട്ട് വ്യൂ. നമ്മൾ അവിടുത്തെ ലൈനൊക്കെ നമ്മൾ കണ്ടു. അതുകൂടാതെ നമുക്ക് കണ്ടോ ഇവിടെ ചെറിയൊരു ചെറിയ ക്യാൻഡിൽ വന്നിട്ടുള്ളൂ. ഇവിടെ ഒരു ചെറിയ ക്യാൻഡിലുകൾ വന്നു, ഒരു ചെറിയ കൺസോളിഡേഷൻ ഏരിയ ആയിരുന്നു. ആ ഏരിയ ആണ് ബ്രേക്ക് ചെയ്ത് നിൽക്കുന്നത്. അപ്പോൾ വരും ദിവസങ്ങളിൽ ഇതിന് മുകളിലേക്കൊക്കെ പോകാനായിട്ട് സാധ്യതയുണ്ട്. ഏകദേശം 90, 95, 100 വരെ ഇതിൽ നമുക്കൊരു ടാർഗറ്റ് എക്സ്പെക്റ്റ് ചെയ്യാം. 100 വരെയെങ്കിലും ഒരു ടാർഗറ്റ് ഇതിൽ എക്സ്പെക്റ്റ് ചെയ്യാനായിട്ട് കഴിയും. പക്ഷേ നമുക്കിവിടെ നോക്കുമ്പോൾ ഏത് ഷെയറും നമുക്കൊരു റിസ്കി എലമെൻറ്റ് ഉള്ളതുപോലെ ഈ ഷെയറിലും ഒരു റിസ്കി എലമെൻ്റ് ഉണ്ട്. ആ റിസ്കി എലമെൻറ്റ് എന്താണെന്നുള്ളത് നമുക്ക് നോക്കാം. ആ റിസ്കി എലമെൻറ്റ് നമ്മൾ വീക്കിലി ചാർട്ട് വെച്ച് നോക്കുമ്പോൾ ഈ ഭാഗത്താണ് ആ റിസ്കി എലമെൻറ്റ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്ന ഏരിയ. ഈ ഏരിയ ഏകദേശം നമുക്കൊന്ന് മാർക്ക് ചെയ്താൽ 70, 69 റേഞ്ച്. എന്തുകൊണ്ടാണ് ആ 70, 69 റേഞ്ച് എന്ന് പറഞ്ഞിട്ട് നമുക്ക് റിസ്ക് ഏരിയ നമ്മൾ തീരുമാനിച്ചത്? കാരണം നോക്കിയാൽ ഇവിടെ കണ്ട ഈ ചെറിയ ക്യാൻഡിലിൻ്റെ ലോ ഇതിൽ താഴെ വന്നിട്ടില്ല. ചെറിയ ക്യാൻഡിൽ വീക്കിലി അതൊന്നാമത്തെ കണ്ടീഷൻ. ഇവിടെ നമുക്ക് നോക്കിയാൽ ഇവിടെയും ഈ ഏരിയ തന്നെയായിട്ട് നമുക്കൊരു സപ്പോർട്ടായിട്ട് കണ്ടിട്ടുള്ള. അപ്പോൾ ഈ 2 ഏരിയയിലും ഒരു സപ്പോർട്ട് പോയിൻ്റ് ഇത് പിടിച്ചിട്ടുള്ളത് കൊണ്ട് 70, 69 റേഞ്ച്, ആ 70, 69 റേഞ്ചാണ് നല്ലൊരു സപ്പോർട്ട് സോൺ. അതുകൊണ്ടാണ് ഇവിടെ നമുക്കൊരു SL ക്രിയേറ്റ് ചെയ്യാം എന്ന് പറയുന്നത് ഈ ഏരിയയിൽ 70, 69. അപ്പോൾ വാസ്കോ എഞ്ചിനീയറെ കുറിച്ച് നമ്മൾ ഇൻട്രാഡേ ചാർട്ട് നോക്കി, വീക്കിലും ചാർട്ട് നോക്കി. അപ്പോൾ ഇതാണ് വാസ്കോ എഞ്ചിനീയറിൻ്റെ ഒരു ടെക്നിക്കൽ വ്യൂ. ഇനി അടുത്തത് തമിഴ്നാട് പെട്രോ എന്ന് പറയുന്ന ഷെയറാണ്. നമുക്ക് അതിൻ്റെ ഡീറ്റെയിലേക്ക് പോവാം. TN പെട്രോ, അതാണ് തമിഴ്നാട് പെട്ര. അപ്പോൾ ഇതാണ് തമിഴ്നാട് പെട്രോ എന്ന് പറയുന്ന ഷെയറിൻ്റെ ഒരു ഇൻട്രാഡേ ചാർട്ട് വ്യൂ. ഈ ഇൻട്രാഡേ ചാർട്ട് വ്യൂവിൽ നമുക്ക് നോക്കിയാലും ഈ ഭാഗത്ത് നല്ലൊരു വോളിയം ജനറേറ്റ് ഉണ്ട്. ഇത്രയും വോളിയം ഒന്നും ഇവിടെ ഒന്നും ഇല്ല. അപ്പോൾ ഈ ഒരു കയറ്റത്തിൽ ഇവിടെ നല്ല വോളിയം ഉണ്ട്. അതുകൂടാതെ ഇവിടെ ലാസ്റ്റ് ട്രേഡിൻ്റെ വന്നതും ഇവിടെ നല്ല വോളിയം ഉണ്ട് വിത്ത് നല്ലൊരു ഗ്രീൻ ക്യാൻഡിൽ വന്നിട്ടുള്ളൂ. ഇവിടെ ചെറിയൊരു കൺസോളിഡേഷൻ, ക്ലിയർ കട്ട് ബ്രേക്ക് ഔട്ട് ഇവിടെ നടന്നത്. ഈ ക്ലിയർ കട്ട് കൺസോളിഡേഷനാണ് ഇവിടെ നടന്നിട്ടുള്ളത്. അപ്പോൾ ഇനി നമുക്ക് കാണാനുള്ള സാധ്യത, ഇവിടെ നമ്മൾ ക്ലിയർ കട്ട് കൺസോളിഡേഷൻ നടന്നു എന്ന് നമ്മൾ പറഞ്ഞല്ലോ. അപ്പോൾ അവിടെ നമുക്ക് ഇതാണ് ക്ലിയർ കട്ട് ഒരു റെസിസ്റ്റൻസ് സോൺ ആയിരുന്നത്. അപ്പോൾ ഈ റെസിസ്റ്റൻസ് സോണിൽ നമുക്ക് ഈ ചാർട്ടൊന്ന് ചെറുതാക്കി നോക്കാം. ഈ റെസിസ്റ്റൻസ് സോണിനെ നമുക്കൊന്ന് ബാക്കിലേക്കൊന്ന് വലിച്ചു നീട്ടാം. ഈ റെസിസ്റ്റൻസ് സോണിൻ്റെ പ്രത്യേകത എന്ന് നോക്കിയാൽ എന്താണ് കാണാൻ കഴിയുന്നത് നമുക്ക് ഈ റെസിസ്റ്റൻസ് സോണിൻ്റെ?
ഈ റെസിസ്റ്റൻസ് സോണിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ കണ്ട ക്ലിയർ കട്ടായിട്ട് ഈ റെസിസ്റ്റൻസ് സോണിൻ്റെ ഇവിടെ ഇത്രയും നാൾ ട്രേഡ് ചെയ്തുകൊണ്ടിരുന്നു. അതുകൂടാതെ കയറി, അതുകൂടാതെ ഈ റെസിസ്റ്റൻസ് സോൺ ഇവിടെ സപ്പോർട്ടായിട്ട് മാറി കണ്ട, താഴ്ന്നു ബ്രേക്ക് ചെയ്തു. അതുകൂടാതെ ക്ലിയർ ആയിട്ട് ഇവിടെ തന്നെ വന്നു കണ്ട, ഈ റെസിസ്റ്റൻസ് സോൺ വരെ വന്നു, വീണ്ടും താഴ്ന്നു, വീണ്ടും ഈ റെസിസ്റ്റൻസ് സോൺ ടച്ച് ചെയ്ത് മുകളിലേക്ക് പോകാനായിട്ട് സാധിക്കാതെ ഈ ഒരു മാസത്തോളം കണ്ട, ജൂലൈ മാസത്തിന് മുമ്പ് വരെ കണ്ട, ഇവിടെ ജൂലൈ കാണുന്നുണ്ട്, ജൂലൈ മാസം വരെ ഇവിടെ ട്രേഡ് ചെയ്തുകൊണ്ടിരുന്നു. അതിന് ശേഷമാണ് വിത്ത് വോളിയത്തോടുകൂടി തള്ളി അങ്ങോട്ട് കയറ്റിയത്, ഈ റെസിസ്റ്റൻസ് സോൺ തള്ളി അങ്ങോട്ട് കയറ്റി. അപ്പോൾ ഇനി വരും ദിവസങ്ങളിൽ ഇതൊരു അപ്സൈഡ് മൊമെൻറ്റം ഇതിൽ നമുക്കൊരു പ്രതീക്ഷയ്ക്ക് വകയുണ്ട്. അപ്പോൾ ഇത്രയും നമുക്ക് ഇതിൻ്റെ ഒരു ഇൻട്രാഡേ ചാർട്ട്. ഇനി നമുക്ക് ഇതിൻ്റെ ഒരു വീക്കിലി ചാർട്ട് വ്യൂയിലേക്ക് ഒന്ന് പോവാം. തമിഴ്നാട് പെട്രോ വരെ ഒരു വീക്കിലി ചാർട്ട് വ്യൂ. അപ്പോൾ ഇതാണ് ഒരു വീക്കിലി ചാർട്ട് വ്യൂ. അപ്പോൾ ഇത് നമുക്കിവിടെ കെടുക്കട്ടെ. അപ്പോൾ നമുക്ക് ഇവിടെ നല്ല വോളിയം ഉള്ളത് കൊണ്ട് കണ്ട, ഇവിടെ നല്ല വോളിയത്തോടുകൂടി കയറിയത് കൊണ്ട് മേ ബി ഈ റെസിസ്റ്റൻസും കൂടിയും വരും ദിവസങ്ങളിൽ കയറാനായിട്ട് സാധ്യതയുണ്ട്. കണ്ട, ഇവിടെ ഒരു റെസിസ്റ്റൻസും ഉണ്ട്, അതും നമുക്ക് വരും ദിവസങ്ങളിൽ കയറാൻ, കാരണം ഇൻട്രാഡേയിൽ നല്ല വോളിയം ഉണ്ട്. കണ്ട, ഇവിടെ റെസിസ്റ്റൻസും ഉണ്ട്. കണ്ട, അത് മിക്കവാറും വരും ദിവസങ്ങളിൽ തള്ളിക്കയറും. അതുകൂടാതെ നമുക്ക് കാണേണ്ട മറ്റൊരു കാര്യം കൂടി ഇവിടെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഇവിടെ നിന്ന് നമുക്ക് ഈ ഏരിയയിൽ നിന്ന് നമ്മൾ വരച്ച് കഴിഞ്ഞാൽ കണ്ട ഒരു ട്രെൻഡ് കയറി, അതായത് ലോങ് ടേം ട്രെൻഡ് ലൈൻ ബ്രേക്ക് ചെയ്ത് നിൽക്കുകയാണ്. ലോങ് ടേം ട്രെൻഡ് ലൈൻ ബ്രേക്ക് ചെയ്ത് നിൽക്കുന്ന ഒരു സ്റ്റോക്കാണിത്. അപ്പോൾ നമുക്കിവിടെ ഈ റെസിസ്റ്റൻസ്, ഇത് കോംപ്ലിക്കേഷൻ ആവാതിരിക്കാൻ ഈ റെസിസ്റ്റൻസ് ആണ് മനസ്സിലായല്ലോ. അത് നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് ഡിലീറ്റ് ചെയ്യാം. എല്ലാം കൂടി ആകുമ്പോൾ നമുക്ക് ആകെ കോംപ്ലിക്കേഷൻ ആയതുകൊണ്ട് കാണാം. അപ്പോൾ ഇത് ലോങ് ടേം ട്രെൻഡ് ലൈൻ ഇവിടെ വിത്ത് വോളിയത്തോടുകൂടി ബ്രേക്ക് ചെയ്ത് കണ്ട, ഇതാണ് ലോങ് ടേം ട്രെൻഡ് ലൈൻ. കണ്ട, ലോങ് ടേം ട്രെൻഡ് ലൈൻ ബ്രേക്ക് ചെയ്തു. അതുകൂടാതെ ഇതൊരു നമ്മളിപ്പോൾ നോക്കുന്നത് വീക്കിലി ചാർട്ടുണ്ട്. വീക്കിലി ചാർട്ടിൽ ഇതൊരു ചാനലിൻ്റെ ഉള്ളിലായിരുന്നു ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. കണ്ട, ഇവിടെ ഒന്ന് വരച്ച് നോക്കിയാൽ ചാനലിൻ്റെ ഉള്ളിൽ കണ്ട, ഒരു ചാനലിൻ്റെ ഉള്ളിലാണ്, ഒരു കൃത്യമായ റേഞ്ചിനുള്ളിൽ ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നത്. അവിടെ ഈ ചാനലിൻ്റെ ഉള്ളിൽ ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നു. അതിനുശേഷം ഒന്ന് പോയി, അതിനുശേഷം കണ്ട ഒരു ചെറിയ കൺസോളിഡേഷൻ ഇവിടെ കണ്ട, ഈ ഏരിയയിൽ വീണ്ടും ട്രേഡ് ചെയ്തുകൊണ്ടിരുന്നു. അതിനുശേഷമാണ് ഇത് ഇവിടെ ഇൻട്രാഡേയിൽ കയറി നിൽക്കുന്നത്. അപ്പോൾ വരും ദിവസങ്ങളിൽ വീണ്ടും മുകളിലേക്ക് നല്ല രീതിയിലുള്ള അപ്സൈഡ് മൊമെൻറ്റം ഇതിൽ വീണ്ടും നമുക്കൊരു പ്രതീക്ഷയ്ക്ക് വകയുണ്ട്. നമ്മുടെ അടുത്ത ഷെയർ നോസിൽ ലിമിറ്റഡ് ആണ്. നോസിൽ ലിമിറ്റഡ് എന്ന് പറയുന്നതാണ് നമ്മളെ അടുത്ത ഒരു ഷെയർ. അപ്പോൾ നോസിൽ ലിമിറ്റഡിൻ്റെ ഒരു ഇൻട്രാഡേ ചാർട്ട് ഇവിടെ നമുക്ക് നേരത്തെ പറഞ്ഞതിൻ്റെ നല്ല വോളിയം ഉണ്ട്. 2 ദിവസമായിട്ട് നല്ല വോളിയം ഉണ്ട്. ഈ മാസം സാധാരണയിൽ കരുത് കണ്ട, ഇവിടെ ഒന്നും അത്ര വോളിയില്ല. അപ്പോൾ ഈ മാസം സാധാരണയിൽ കൂടുതൽ വോളിയം ഉണ്ട്. അതുകൂടാതെ സ്റ്റോക്ക് നല്ലതായിട്ട് കയറി നിൽക്കുന്നു. അതുകൂടാതെ ഒരു ഡബിൾ ടോപ്പാണിത്. ഇത് ട്രിപ്പിൾ ടോപ്പ് എന്ന് പറയാം, പ്ലസ് ഡബിൾ ടോപ്പും പറയാം, ഈ 2 ടോപ്പ് എടുത്തു കഴിഞ്ഞാൽ. അപ്പോൾ ഇവിടെ ഒരു ചെറിയൊരു കൺസോളിഡേഷൻ ആയിരുന്നു, അതും ബ്രേക്ക് ചെയ്തിട്ട് നിൽക്കുകയാണ്. ഇപ്പോൾ കറണ്ട് റേറ്റ് ഏകദേശം 313 ഇതിൻ്റെ ഒരു കറണ്ട് റേറ്റ്. നമ്മൾ ഇൻട്രാഡേ ചാർട്ട് വ്യൂ നോക്കിയിട്ട് നമുക്കൊരു എൻട്രി നമ്മൾ പരിഗണിക്കുകയാണെങ്കിൽ, അപ്പോൾ അതിൻ്റെ ഒരു റിസ്ക് ഏരിയ എന്ന് പറയുന്ന ആ ഏരിയ നമുക്കൊന്ന് മാർക്ക് ചെയ്ത് നോക്കാം. അത് ഒന്ന് മാർക്ക്, കാരണം റിസ്ക് ഏരിയ എന്ന് പറയുന്നത് ഇവിടെ നിന്ന് നമുക്കൊരു ലൈൻ വരച്ചു കൊടുത്താൽ കണ്ട, ഇതാണ് ഒരു റിസ്കി ഏരിയ എന്ന് പറയുന്ന ആ ഏരിയ. അപ്പോൾ ഈ ഏരിയയിലേക്ക് ഇതിന് താഴേക്ക് സ്റ്റോക്ക് പോകാം. അതായത് ഏകദേശം ഒരു 285-250 റേഞ്ച്, 285-250 റേഞ്ചാണ് ഇതിൻ്റെ ഒരു റിസ്കി ഏരിയ. ഇതിൽ താഴെ ഒരു ക്യാൻഡിൽ ക്ലോസ് ചെയ്യുകയാണ്, പിന്നെ ഇതിൻ്റെ സ്ട്രക്ചർ ആകെ മാറും. അപ്പോൾ അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഈ സ്റ്റോക്ക് അവിടെ വെച്ചിട്ട് എത്രയാണ് ലോസ് അവിടെ വെച്ച് വിറ്റുമാറുകയാണ് ഇതിൽ അഭികാമ്യമുള്ള കാര്യങ്ങൾ. അപ്പോൾ ഇൻട്രാഡേ ചാർട്ട് വ്യൂവിൽ ഇത്രയേ ഉള്ളൂ നമുക്ക് പറയാനുള്ളത്. നമുക്കിനി വീക്കിലി ചാർട്ട് വ്യൂയിലേക്ക് ഒന്നും കൂടി പോയി നോക്കാം. അപ്പോൾ ഇതാണ് ഒരു വീക്കിലി ചാർട്ട്. വീക്കിലി ചാർട്ട് വ്യൂവിൽ നമ്മൾ നോക്കിയാൽ അതെ ഒരു ലോങ് ടേം, നമ്മൾ നേരത്തെ പറഞ്ഞ ഒരു ലോങ് ടേം ട്രെൻഡ് ലൈൻ ഇത് മുന്നേ ബ്രേക്ക് ചെയ്തിട്ടുണ്ട്. കേട്ടോ, ഇവിടെ വരച്ച് കഴിഞ്ഞാൽ ലോങ് ടേം ട്രെൻഡ് ലൈൻ കണ്ട, ലോങ് ടേം ട്രെൻഡ് ലൈൻ ഇവിടെ ടച്ച് ചെയ്തു, ഇവിടെ തുടങ്ങിയ ഇവിടെ 2 പ്രാവശ്യം അങ്ങനെ ടച്ച് ചെയ്തു. കേട്ടോ, ഇവിടെ ഹൈ കുറേ വന്നു, ഇവിടെയും ടച്ച് ചെയ്തു. അതിനുശേഷം വലിയ ക്യാൻഡിൽ വന്നിട്ട് ബ്രേക്ക് ഔട്ട് ചെയ്തിട്ട് പിന്നെ ഒരു റീടെസ്റ്റ് കൂടി വന്നു. അടുത്ത ക്യാൻഡിൽ വന്നപ്പോൾ റീടെസ്റ്റ് വന്ന് മുകളിലേക്ക് പോയി നിൽക്കുകയാണ്.
അതുകൂടാതെ ഈ റെസിസ്റ്റൻസും ഇവിടെ ബ്രേക്ക് ചെയ്ത് നിൽക്കുകയാണ്. വീക്കിലി ക്യാൻഡിൽ നമ്മൾ നോക്കുമ്പോൾ ഒന്നുകൂടി ചെറുതാക്കി നോക്കാതെ, അപ്പോൾ നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാവും. കണ്ടോ, വീക്കിൽ കൃത്യമായിട്ട് റെസിസ്റ്റൻസ് ബ്രേക്ക് ഇവിടുത്തെ റെസിസ്റ്റൻസിൻ്റെ അവിടെ വന്ന് നിൽക്കുകയാണ്. പക്ഷെ നമ്മ ഇൻട്രാഡേ നോക്കിയപ്പോൾ ഒരു ബ്രേക്ക് ഔട്ട് വോളിയത്തോടു കൂടി ആയതുകൊണ്ട് ഒരു ബ്രേക്ക് ഔട്ടിന് അവിടെയും സാധ്യതയുണ്ട്. അപ്പോൾ ഇതും നമുക്ക് നമ്മുടെ വാച്ച് ലിസ്റ്റിൽ ഇടാവുന്നതാണ്. അപ്പോൾ ഇതും നല്ല രീതിയിൽ അപ്സൈഡ് മൊമെൻറ്റം കിട്ടാവുന്നതാണ്. ഇത് ഏകദേശം ഒരു 340 അല്ലെങ്കിൽ 350 വരെ ഇമ്മീഡിയറ്റ്, അതായത് മാർക്കറ്റിൽ വേറെ ഇലക്ഷൻ്റെ ശേഷം കറക്ഷൻ ഒന്നും വന്നിട്ടില്ലെങ്കിൽ മാർക്കറ്റ് നാരോ റേഞ്ച് ഇതുപോലെയാണെങ്കിൽ ഇതും നല്ല രീതിയിൽ കയറി പോകാനായിട്ട് സാധ്യതയുണ്ട്. അപ്പോൾ പറഞ്ഞ പോയിന്റുകൾ കയ്യിലുള്ളവരുണ്ടെങ്കിൽ പറഞ്ഞ ആ റേറ്റിൽ SL ക്രിയേറ്റ് ചെയ്തുകൊണ്ട് പൊസിഷൻ ഹോൾഡ് ചെയ്യുക. ഇനി അടുത്ത ഷെയർ നമ്മുടെ ഇനി അടുത്ത ഷെയർ PCBL ലിമിറ്റഡ് ആണ്. PCBL ലിമിറ്റഡ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഒരു ലോങ് ടേം ട്രെൻഡ് ലൈൻ ബ്രേക്ക് ചെയ്ത് നിൽക്കുകയാണ്. കേട്ടോ, ഇവിടെ ഒരു ട്രെൻഡ് ലൈൻ ബ്രേക്ക് ചെയ്ത് നിൽക്കുകയാണിത്. അതുകൂടാതെ ഇവിടെ ഒരു ട്രെൻഡ് ലൈനെ സപ്പോർട്ട് ചെയ്തുകൊണ്ടാണ് ഇത് മൂവ് ചെയ്തത്. ഇവിടെ ഒരു ട്രെൻഡ് ലൈനെ സപ്പോർട്ട് ചെയ്തിട്ടാണ് മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൂടാതെ ഇവിടെ അത്യാവശ്യം വോളിയം കൂടുതലുണ്ട്. ഇവിടത്തേക്കാളെല്ലാം വോളിയം കൂടുതലൊരു 4-5 ദിവസമായിട്ട് വോളിയം കൂടുതലുണ്ട്. അപ്പോൾ ഇതും നമുക്കൊരു അപ്സൈഡ് മൊമെൻറ്റം പ്രതീക്ഷിക്കാം. പക്ഷേ ഇതിൽ പ്രതീക്ഷിക്കാം എന്ന് പറയുമ്പോഴും അവിടെ നമുക്കൊരു റിസ്ക് എലമെൻ്റ് ഉള്ളത് ഈ റേഞ്ചിലാണ്. ഏകദേശം 260 റേഞ്ചിൽ. കണ്ട, ഇവിടെ ഒരു സപ്പോർട്ട് പോയിന്റ് ഇവിടെ ആക്ട് ചെയ്യാൻ സാധ്യതയുണ്ട്, 260 റേഞ്ച്. അപ്പോൾ ഈ 260 താഴെ ക്ലോസ് ചെയ്യുകയാണെങ്കിൽ പിന്നെ അത് നമ്മൾ വെച്ചുകൊണ്ടിരുന്നിട്ട് കാര്യമില്ല. അപ്പോൾ 260 എന്ന് പറയുന്ന ആ റേഞ്ച് നമ്മൾ സ്റ്റോപ്പ് ലോസ് കീപ്പ് ചെയ്തുകൊണ്ട് വേണം ഇത് ഹോൾഡ് ചെയ്യാൻ. ഇത് ഏകദേശം മിക്കവാറും ഈ ഹൈയൊക്കെ കട്ട് ചെയ്ത് പോകാനായിട്ട് സാധ്യതയാണ്. അപ്പോൾ നമുക്ക് ഏകദേശം 340 മുകളിലും ഇതൊരു ടാർഗറ്റ് എക്സ്പെക്റ്റ് ചെയ്യാം. പക്ഷേ എക്സ്പെക്റ്റ് ചെയ്യാം എന്ന് പറയുമ്പോഴും ഏകദേശം ഒരു 320 ഒരു റെസിസ്റ്റൻസ് കാണുന്നുണ്ട്. ഈ പോയിൻ്റ് ഒരു റെസിസ്റ്റൻസ് കാണുന്നുണ്ട്. അവിടെ വരുമ്പോൾ ചിലപ്പോൾ ഒരു കയറാൻ പറ്റാതെ ബുദ്ധിമുട്ടും. അതുകൂടാതെ അതിന് മുകളിൽ ഒരു 340 റെസിസ്റ്റൻസ് കാണുന്നതുകൊണ്ട് അവിടെയും ചെറിയൊരു ബുദ്ധിമുട്ട് കാണിക്കാനായിട്ട് സാധ്യതയുണ്ട്. അതിനുശേഷം കയറി പോവുകയാണ്, വീണ്ടും നല്ല രീതിയിൽ കയറിപ്പോവും. ചിലപ്പോൾ ഈ 2 പോയിൻ്റ് എത്തുമ്പോൾ ഒരു ചെറിയ പുൾ ബാക്ക് വരാനും സാധ്യതയുണ്ട്. അപ്പോൾ ആ സാധ്യതകളെല്ലാം മനസ്സിൽ വെച്ചുകൊണ്ട് വേണം നമ്മൾ ഇതിലൊരു പൊസിഷൻ എടുക്കാൻ. അല്ലെങ്കിൽ കയ്യിലുള്ളവരും ആ ഏരിയ എത്തുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതായിരിക്കും. നമുക്കിവിടെ വീക്കിലി ക്യാൻഡിൽ നമ്മൾ നോക്കിയാലും വീക്കിലും അതെ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്ത് നിൽക്കുന്ന ഒരു അപ്സൈഡ് മൊമെൻറ്റം ആണ് താനും ഇവിടെ കാണുന്നത്. അപ്പോൾ അവിടെ ഈ റെസിസ്റ്റൻസ് മുകളിലേക്ക് പോകാനായിട്ട് നമ്മൾ ചാർട്ട് വെച്ച് നോക്കുമ്പോൾ നമുക്ക് പോകാനായിട്ട് സാധ്യതയാണ് കാണുന്നത്. അപ്പോൾ ഇത്രയുമാണ് ഈ 4 ഷെയറാണ് വരും ദിവസങ്ങളിൽ നമ്മൾ വാച്ച് ലിസ്റ്റിൽ വെച്ച് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. വീണ്ടും പറയുന്നു, ഇതൊരു എഡ്യൂക്കേഷൻ പർപ്പസ് വീഡിയോ മാത്രമാണ്. കാരണം ചില ഏരിയകൾ റേഞ്ച് കഴിഞ്ഞാൽ സ്റ്റോക്ക് മൂവ് ചെയ്യും. അപ്പോൾ അത് കാണിക്കാനായിട്ടുള്ള ഒരു എഡ്യൂക്കേഷൻ വീഡിയോ. നിങ്ങൾക്ക് ബൈ സെൽ റെക്കമെൻഡേഷൻ വേണമെങ്കിൽ നിങ്ങളുടെ ബ്രോക്കറുമായിട്ടോ അല്ലെങ്കിൽ ഫിനാൻഷ്യൽ അഡ്വൈസറുമായോ അല്ലെങ്കിൽ നിങ്ങൾ സ്വയം അനലൈസ് ചെയ്ത് ഒരു തീരുമാനത്തിലെത്തുക എന്നതാണ് പറയാനുള്ളത്. അപ്പോൾ വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി, നമസ്കാരം.